ഒരു 6 മാസം പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന്. 4 പേര് വന്നതിലിപ്പോൾ എത്ര പേര്? ഞങ്ങൾ 4 പേരും ലിസ്റ്റിലുണ്ട്. രണ്ട് റാങ്ക് ലിസ്റ്റ് വന്നല്ലോ. കേരള ബാങ്ക് ഉണ്ട്, SCA ഉണ്ട്. രണ്ടിലുമായിട്ട് 4 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് എക്സാം പ്രാക്ടീസ് ഒരുപാട് എക്സാമുകൾ എഴുതിക്കണം. മെറ്റ് എക്സാം, വീക്കിലി, അതേപോലെ ഫ്രഷ് എക്സാം, അങ്ങനെ എക്സാമുകളൊക്കെ എഴുതി അങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയതാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് തുടരുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സ്പെഷ്യലായ റാങ്കാണ്. കാരണം ഒരു 60,000-ലധികം ആൾക്കാർ എഴുതി മത്സരിച്ച ഒരു പരീക്ഷയിൽ സ്റ്റേറ്റ് വൈഡ് 25ാം റാങ്കിലേക്ക് വന്ന മിടുക്കനായിട്ടുള്ള സുബൈറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. സുബൈറെ സംബന്ധിച്ച് പറയുമ്പോൾ മലപ്പുറം വണ്ടൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പൊതുവേ എല്ലാവരും ഓൺലൈൻ, ഓഫ്ലൈൻ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ സഹകാരിയുടെ തിരുവനന്തപുരത്തെ ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് വരികയും അങ്ങനെ അതായത് നമ്മുടെ ഒരു കംഫർട്ട് സോണല്ലേ വിട്ട് വരികയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നത്. അതിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എത്ര കാലം നീ ഇതിൻ്റെ തുടക്കം പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ ആദ്യമായിട്ട് വന്നത് ഒരു 6 മാസം പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന്. അപ്പോൾ അവിടെ എത്തി ഒരു മെയ് ലാസ്റ്റ് വീക്കാണ് അവിടെ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ജൂൺ ആയപ്പത്തിന് കൺഫർമേഷൻ വന്നു. പിന്നീട് ആ 2.5 മാസം കൊണ്ട് നന്നായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു, മാക്സിമം എഫേർട്ട് ഇട്ടു വന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ടൈം അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിങ്ങൾ എത്ര 4 പേര് വന്നതിലിപ്പോൾ എത്ര പേര്? ഞങ്ങൾ 4 പേരും ലിസ്റ്റിലുണ്ട്. ഓക്കെ, രണ്ട് റാങ്ക് ലിസ്റ്റ് വന്നല്ലോ. കേരള ബാങ്ക് ഉണ്ട്, SCA ഉണ്ട്. രണ്ടിലുമായിട്ട് 4 പേരും വന്നിട്ടുണ്ട്. ഓക്കെ മിടുക്കന്മാർ. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ കേരള ബാങ്ക് ഫസ്റ്റ് അഡ്വൈസ് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു 6 മാസത്തിൽ ശരിയാവും. അതുപോലെ JSI ഫസ്റ്റ് അഡ്വൈസിലേക്കാണ് സുബൈർ എത്തുന്നത്. ഇവിടുന്ന് വരാനുള്ള ഡിസിഷൻ എടുക്കാൻ ഉണ്ടായ കാരണം എന്തായിരുന്നു? കാരണം ഒന്നാമത് ഫ്രണ്ട് പറഞ്ഞു നമുക്ക് എന്തായാലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, അപ്പം ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് സഹകാരിയാന്ന് പറഞ്ഞു. അപ്പം അതുവഴി ഞാൻ അവരുടെ കൂടെ വരികയായിരുന്നത്. അവരാദ്യം എത്തി, പിന്നീട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ നമുക്ക് സഹകാരിയുടെ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വന്നതിന് ശേഷം സുബൈറിന് തോന്നിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള നമ്മളോട് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി? കാരണം നമുക്ക് ഡെയിലി ക്ലാസ്, ഡെയിലി എക്സാമിനേഷൻ കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല സെഗ്മെൻറ്റ് എന്തായിരുന്നു? ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ ജനുവരി മുതലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ ആ സമയത്ത് എത്തിയപ്പോൾ ഞാൻ എക്സാമുകളൊക്കെ നടത്തുമ്പോൾ ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോഴൊക്കെ നമ്മളെ കൊണ്ട് നടക്കുമോ എന്നുള്ളത് ഇങ്ങനെ തോന്നിയിരുന്നു. പിന്നീട് അങ്ങോട്ട് കൺഫർമേഷൻ ഉണ്ട് സാറ് വന്നിട്ട് പിന്നെ രാജേഷ് സാറ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. ഇനി കൺഫർമേഷൻ വന്ന് ഇനി പഠിച്ചാലും റാങ്ക് ലിസ്റ്റിൽ വരാം. അപ്പം അങ്ങനെ പഠിച്ച് നന്നായിട്ട് ഇതായി. അപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് എക്സാം പ്രാക്ടീസ് ഒരുപാട് എക്സാമുകൾ എഴുതിക്കണം. മെറ്റ് എക്സാം, വീക്കിലി, അതേപോലെ ഫ്രഷ് എക്സാം, അങ്ങനെ എക്സാമുകളൊക്കെ എഴുതി അങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ OMR പ്രാക്ടീസ് വളരെയധികം നല്ലതാണ്, ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നീ അവിടെ വന്നതിന് ശേഷം മറക്കാനാവാത്തൊരു ഓർമ്മ എന്താണുള്ളത്? മറക്കാനാവാത്ത ഓർമ്മ കുറഞ്ഞ സമയമുള്ള അവിടെ നിന്നിട്ട്, പക്ഷെ അവിടെ ഒന്നും എന്താ മറക്കാൻ പറ്റില്ല. ഞങ്ങൾ 4 പേര് അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ പഠിക്കും, മറക്കാൻ പറ്റില്ല. പഠനം ഒരു എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല അല്ലേ? ഒരു മത്സരവും രസവുമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഉണ്ട്. കാരണം പഠനം ഇനി മെയിൻ ലക്ഷ്യം, അത് കഴിഞ്ഞിട്ടേ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ രസമായിട്ട് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ CSE പഠനത്തിൽ വരുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അതുപോലെ മറ്റു ഇത് വരുന്ന KS കാർഡ് ബാങ്ക് അങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് എപ്പോഴും പറയാനുള്ളതാണ്, കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരരുത്. അവിടെ ഒരു കോളേജ് ലൈഫോ ഒരു ഓഫ്ലൈൻ ക്യാമ്പസ് ലൈഫോ അല്ല നിങ്ങൾ കാത്തിരിക്കുന്നത്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പഠനത്തിന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലേ, പഠിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അടുത്ത വഴി എന്ത്, അത് നിങ്ങൾക്ക് എൻജോയബിൾ ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഒരു മികച്ച ഓപ്ഷനായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന എല്ലാ പേരും എടുത്ത് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരിക്കും ഞാനിത് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇതിൻ്റെ ആ ഒരു സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സലൻ്റ് എന്നേ പറയാനുള്ളൂ. കാര്യം ഈ 2.5-3 മാസം കൊണ്ട് കൺഫർമേഷന് ശേഷം വന്നിട്ട് നമുക്ക് നിലവിൽ ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ തുടക്കത്തിലേ പഠിച്ച് മത്സരിച്ച് നിൽക്കുന്ന കുട്ടികളോട് മത്സരിച്ച് 25ാം റാങ്കിലേക്ക് എത്തുമ്പോൾ ഈ ഒരു വിജയം ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
ഈ ഒരു വിജയം ഒന്നാമതായിട്ട് നമ്മളെ ഇപ്പോൾ ഇവിടെ എല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് വന്നത്. അപ്പോൾ ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലായിട്ടും. അപ്പോൾ അവർക്കൊക്കെ അവരൊന്നും ഈ അവസരത്തിൽ ഞാൻ മറക്കണില്ല. പിന്നെ നമ്മളെ സഹകാരി, കാരണം അവിടുത്തെ ഞാനിപ്പോൾ 2.5 മാസമുള്ളെങ്കിലും എനിക്ക് ഓഫ്ലൈൻ കുറേ നഷ്ടപ്പെട്ടിരിക്കണം. പക്ഷേ ഓൺലൈൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ പിന്നീട് പോയത്. അപ്പോൾ ഓഫ്ലൈന് വേണമെന്നില്ല, നമ്മൾ ഓൺലൈനും അത് നല്ല ക്ലാസ്സുകളായിരുന്നു, ഒരു ഇതും പറയാനില്ല, അത്രയും മെച്ചമായിരുന്നു. അപ്പോൾ സഹകാരിക്കും ഞാൻ എന്ത് ചെയ്യണ്ടേ, ഈ വിജയം സമർപ്പിക്കണ്ടേ. ഓക്കെ. അപ്പോൾ സുബേറെ, ഇനിയിപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഒത്തിരി പേര് നമുക്ക് എത്തിച്ചേരാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകളൊക്കെ പല രീതിയിൽ ഓരോ വർഷവും മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുമ്പോൾ സർക്കാർ ജോലി ഓഫ്കോഴ്സ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമില്ല അല്ലേ. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർ ആകുന്ന കാലം വരെ നമുക്കൊരു പ്രശ്നമില്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സുബേറിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? അത് ഇപ്പോൾ നമ്മൾ അക്കാദമിക്കായിട്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ PSCക്ക് ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവർ പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ള കൺസെപ്റ്റ് ഇരിക്കുന്ന അറിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ 100% എഫേർട്ട് ഇടുക. അതേപോലെ തന്നെ വിജയം എന്തായാലും ഉറപ്പുണ്ടാവും. അതുപോലെ പ്രാർത്ഥന എല്ലാം ശരിയാകുമ്പോൾ നമുക്ക് എന്തായാലും വിജയത്തിലേക്ക് എത്താൻ പറ്റും. അതെ, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങളുടെ സീറ്റ് അവിടെയുണ്ട്. എല്ലാവരും അതിൽ സ്വപ്നം കണ്ടുകൊണ്ട് വരിക. എല്ലാവർക്കും നന്ദി, താങ്ക് യു.